കേരളത്തിന്റെ ഗ്രാന്റ് വെട്ടിക്കുറച്ചത് പുനഃപരിശോധിക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉറപ്പ് നൽകിയതായി ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധി കെ വി തോമസ്. വിഷയത്തിൽ തീരുമാനം എടുക്കുന്നതിന് പെരുമാറ്റച്ചട്ടം തടസ്സമല്ലെന്നും കെ വി തോമസ് പറഞ്ഞു. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് യൂഷ്വലായിട്ട് പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോവുകയും ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങളും കേരളത്തിന് വേണ്ടി ന്യായമായി കിട്ടുന്ന, നമ്മൾ ഔട്ട് ഓഫ് ദ വേ അല്ല ഒന്നും ചോദിച്ചിരിക്കുന്നത്, എല്ലാം ന്യായമായി കിട്ടേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, സഹായിച്ചിട്ടുമുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയില്ല. പക്ഷേ നമ്മൾ വികസന കാര്യത്തിൽ ഇന്ന് ഇന്ത്യക്ക് മാതൃകയാണ് കേരളം. അത് അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സാഹചര്യത്തിൽ നൽകേണ്ട സഹായങ്ങളെല്ലാം നൽകണം. വിവരങ്ങളുമായി അച്യുതൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, കോടതിയിൽ പോയതാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യവുമായി. ഇപ്പോൾ വീണ്ടും ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, ഇന്ന് 3 മണിയോട് കൂടിയായിരുന്നു ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും വിഷയം പരിശോധിച്ചുകൊണ്ട്, അതായത് ഗ്രാന്റ് വെട്ടിക്കുറച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ അത് പരിശോധിച്ചുകൊണ്ട് ഒരു നടപടി അതുണ്ടാകുമെന്നുള്ള ഉറപ്പ് ധനമന്ത്രി നൽകിയതായാണ് കെ വി തോമസ് മാധ്യമങ്ങളെ കണ്ട ഈ വിഷയത്തിൽ അറിയിച്ചത്. ഗ്രാന്റ് വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമായതുകൊണ്ട് തന്നെ അതിലൊരു പെരുമാറ്റച്ചട്ടം ബാധകമല്ല എന്നും കെ വി തോമസ് പറയുന്നുണ്ട്. കാര്യം ഉദ്യോഗസ്ഥ തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ധനമന്ത്രി അറിയിച്ചതെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉടനടി തന്നെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന ഉറപ്പ് ലഭിച്ചതായി കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കാരണം നിരവധി തവണ ഈ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലടക്കം വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങളിൽ വരെ എത്തിയതാണ്. ഇതിനു മുൻപ് നടത്തിയ ചർച്ചകൾ പലതവണ പരാജയപ്പെട്ടതാണ്. എന്തായാലും ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ ഒരു കൂടിക്കാഴ്ച അത് ഒരു പ്രതീക്ഷയുടെ വക നൽകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കൂടിയാണ് കേരളം. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്.